ഹലോ ഗൈസ്. അപ്പം ഞാൻ എന്താ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചങ്ങനെ വന്നിരിക്കുകയാണ്. നൈറ്റ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്കൊരു ബസന്തി ലുക്കാ. നോക്ക് നോക്ക്, ബസന്തി. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എന്താ മാസ്കൊക്കെ വലിച്ചിട്ടെന്നല്ലേ? അതെ, കാറ്റടിച്ചാൽ ഉറങ്ങുന്ന ഞാനാ. ബസ്സിൽ ഉറങ്ങി ചിലപ്പോൾ ഞാൻ വായൊക്കെ തുറന്നുറങ്ങിയാലോ. അപ്പം എന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഭംഗി ആരും കാണണ്ട, അതുകൊണ്ടാ. അപ്പം ഞാനൊന്ന് കുളിച്ചിട്ട് വരാവേ. ഹലോ. അപ്പം ഞാൻ കുളിച്ചൊക്കെ വന്നു. നിങ്ങൾക്ക് ചായ അടിക്കാം, ഓക്കെ? ഹലോ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ ടേബിൾ മേൽ സെറ്റാണ്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ട്, ചെറുപയറുണ്ട്, ചായയുണ്ട്. ഹൈ ഹൈ, എന്ത് സുഖം. പിന്നെ എൻ്റെ മോന് 8:30 സ്കൂൾ വാൻ വരും. അവനെ അമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മേൻ്റെ അടുത്തായതിനെ കൊണ്ടാണ് എനിക്കിതൊക്കെ നടക്കുന്നത്. ഇങ്ങനെ അല്ലാത്തവരും ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കൂടെയുള്ള ചിലർക്കൊക്കെ അവർ വീട്ടിൽ ചെന്നിട്ട് വേണം ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ. വേറെ ചിലർക്കാണെങ്കിൽ അവർ ചെന്നിട്ട് വേണ്ടി വരും കുട്ടികളൊക്കെ ഒന്ന് സ്കൂളിൽ വിടാൻ. പക്ഷേ ഒരുവിധം എൻ്റെ കൂടെ ഉള്ളവരുടെയൊക്കെ ഹസ്ബൻഡുമാർ നല്ല സപ്പോർട്ടോ. ചേച്ചിമാർക്ക് നൈറ്റുള്ള സമയത്ത് അവരുടെ ഹസ്ബൻഡുമാർ തന്നെ ഫുഡ് ഉണ്ടാക്കിക്കോളും. പിന്നെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് രണ്ടുപേരും ഈക്വലായിട്ട് മാനേജ് ചെയ്തോളും. പിന്നെ ചിലരുടെ അമ്മായിയമ്മമാരൊക്കെ സൂപ്പറാണ്. അവർ നന്നായി ടേക്ക് കെയർ ചെയ്തോളും, അമ്മമാരെ പോലെ തന്നെ നോക്കിക്കോളും. അല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ കയറി വരുമ്പോൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാവുന്നതും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നതുമൊക്കെ വലിയ ഭാഗ്യമുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവും കേട്ടോ. എനിക്കത് നന്നായിട്ട് മനസ്സിലാകും. കാരണം എനിക്കും തിരിച്ചു വന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഏറ്റവും സങ്കടമുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഉറക്കൊഴിക്കൽ. ആ സമയത്ത് ഞാൻ വിചാരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഡെയിലി ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണെന്ന്. ചിലപ്പോൾ ഞാൻ ഈ ഉറക്കൊഴിക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ റിസൈൻ വെച്ചാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. ഹായ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി ഞാൻ ഉറങ്ങാൻ പോകട്ടെ. അപ്പോൾ ഞാൻ എന്താ സമാധിയായിരിക്കുന്നു. വൈകുന്നേരം 5 മണി. ഞാനിതാ സമാധിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഗൈസ്. ഇനി നമുക്കൊന്ന് പല്ല് തേക്കാം. അപ്പോൾ അതാ ഞാൻ രാവിലെ പല്ല് തേച്ചിട്ടാണ് കിടന്നതെങ്കിലും നമ്മൾ വൈകുന്നേരം എണീറ്റാലും പല്ല് തേക്കും. കാരണം നമ്മളെ വായയ്ക്ക് രാവിലത്തെ ആ ഒരു ഫീലിംഗ് അല്ലേ ഉറങ്ങി എണീക്കുമ്പോൾ, അതേ ഫീലിംഗ് തന്നെയായിരിക്കും വായ ഫീലിംഗ് വൈകുന്നേരവും. എൻ്റെ കൂടെ തന്നെ നിച്ചുമോനും പല്ല് തേക്കാൻ വന്നിട്ടുണ്ടേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവനിപ്പോൾ എവിടെ നിന്ന് വന്നത്? ഓൻ സ്കൂളിൽ നിന്ന്, അല്ലാണ്ട് ഇടുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഫേസ് വാഷിൻ്റെയും ബ്രഷിൻ്റെയും പേസ്റ്റിൻ്റെയും ഒക്കെ പരസ്യം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പല്ലേപ്പൊക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മൾ ഒന്ന് ചോറുണ്ണും. അപ്പോൾ ഇന്നിപ്പോൾ ചോറിനതാ പൊരിച്ച വലിയൊരയില, പപ്പടം, കായപ്പേരി, പച്ചടി, പിന്നെ കർമൂസ കറി. കർമൂസ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ പറയുക? ഞങ്ങൾ ഈ കർമൂസ പറയുന്ന പപ്പായക്കാട്ടോ. ചിലയിടത്തേക്ക് ഇതിന് കപ്പളങ്ങ എന്ന് പറയും തോന്നുന്നു. നിച്ചൂസ് ഓൾറെഡി സ്കൂൾ വിട്ട് വന്നപ്പോൾ ചോറ് തിന്നതാണേ. പക്ഷേ ഞാൻ കഴിക്കുമ്പോൾ അവൻ എൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ രണ്ടാൾക്കും കൂടി ടേബിൾ മേൽ ഇരുന്ന് കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഞങ്ങൾ രണ്ടും കൂടി നിലത്തിറങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ആസ്വദിച്ച് അങ്ങനെ ചോറ് കഴിക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈറ്റിൻ്റെ സമയത്ത് ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നതും നിച്ചുമോനെ തന്നെയാണ് കേട്ടോ. അവൻ അറിവാകും തോറും ഞാൻ നൈറ്റിന് പോകുമ്പോൾ അവനുണ്ടാകുന്ന വിഷമങ്ങൾ കൂടിക്കൂടി വരികയാണ്. ചില സമയങ്ങളിലൊക്കെ അവൻ എൻ്റെ ബാഗ് ഒളിപ്പിച്ച് വെക്കും, ചിലപ്പോൾ ഞാൻ എൻ്റെ ബോട്ടിൽ ഒളിപ്പിച്ച് വെക്കും. ഞാൻ നൈറ്റ് ഷിഫ്റ്റിന് പോകാതിരിക്കാനുള്ള അവൻ്റെ അടവുകളാണിതൊക്കെ. നിച്ചുമോൻ ഒരു 6 മാസമായപ്പോൾ തൊട്ട് തന്നെ ഞാൻ ഡ്യൂട്ടിയിൽ റീജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ 6-ാം മാസം മുതൽ തന്നെ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. നിച്ചുമോനെ വെച്ചിട്ട് ആദ്യമായിട്ട് നൈറ്റ് എടുത്ത ആ ഒരു നൈറ്റ് എനിക്ക് ഇപ്പോഴും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ്. ഡ്യൂട്ടിക്ക് കയറിയ ഞാൻ കരച്ചിൽ, വീട്ടിൽ നിന്ന് കുട്ടിയും കരച്ചിൽ. എനിക്ക് തോന്നുന്നു അമ്മമാരായ ഒരുവിധം നഴ്സുമാരൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇതും കൂടാണ്ട് വേറൊരു സങ്കടം എന്താ വെച്ചാൽ നമ്മുടെ ഒരു 12 അവർ ഷിഫ്റ്റാണ് നമ്മുടെ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ ഒരു 12 അവർ നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രസ്റ്റിൽ പാല് കെട്ടിക്കിടക്കും. അതിൻ്റെ ഫലമായിട്ട് ബ്രസ്റ്റിന് നല്ല പെയിൻ അനുഭവപ്പെടും. പിന്നെ ആ പാല് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കളയും. ഒരു സ്ഥലത്ത് നമ്മളെ കുഞ്ഞിനെ കൊടുക്കേണ്ട പാൽ എക്സ്പ്രസ് ചെയ്ത് കളയുന്നു. വേറൊരു വശത്ത് കുഞ്ഞ് പാലിന് വേണ്ടി കരയുമ്പോൾ പൊടിപ്പാൽ കലക്കി കൊടുക്കുന്നു. അന്നൊക്കെ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ജോലിയൊക്കെ നിർത്തി കൊച്ചിനെ നോക്കി വീട്ടിലിരുന്നാലോ എന്ന്. പക്ഷേ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞാൻ ജോലി കണ്ടിന്യൂ ചെയ്തത് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം
എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അതിനൊക്കെ തരണം ചെയ്യാനും അതേപോലെ തന്നെ അതിലൊക്കെ ശരിയായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും എനിക്കൊരു ബലം എന്ന് പറഞ്ഞത് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സിൽ ഒന്ന് തന്നെയാണ് എൻ്റെ ജോലി. എനിക്കൊരു ജോലി ഇല്ലായിരുന്നെങ്കിലുള്ള എൻ്റെ ഒരു ജീവിതം എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോൾ അതാ ഞാനും നിച്ചുമോനും കുറച്ച് നേരം പഠിക്കുവാണേ. ജസ്റ്റ് പഠിച്ച എയും ബിയും സി ഒക്കെ ആവാൻ മറന്നുപോയോ എന്ന് ഞാനൊന്ന് റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബുക്കൊക്കെ നോക്കി പഠിച്ചുകൊണ്ടിരുന്നു. പഠിക്കുമ്പോൾ മിക്കവാറും നിങ്ങളീ കാണും പോലെ ഒന്നല്ല, ഞങ്ങൾ തമ്മിൽ അടിയാണ്. ആൾക്ക് പഠിക്കാനിരിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഇരുന്ന് കിട്ടണമെങ്കിൽ നല്ല പാടാണ്. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇരുത്തലിലാണ് നമ്മുടെ കഴിവ്. അപ്പോൾ ചായയുടെ സമയമായിട്ടുണ്ട്. ഇതാണ് കലത്തപ്പം. നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് കലത്തപ്പം തന്നെയാണോ പറയുന്നത്? എൻ്റെ വീട്ടിൽ എപ്പോഴും ഈ കലത്തപ്പം ഉണ്ടാക്കും കേട്ടോ. എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലും ഇത് എപ്പോഴും ഉണ്ടാക്കും. അമ്മമ്മയും പണ്ട് എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവരിത് പരമ്പരാഗതമായി കൈമാറി വരുന്ന ഒരു പാചക കലാരൂപമാണ്. എന്തായാലും ഈ സാധനത്തിന് നല്ല ടേസ്റ്റാണ്, നല്ല ഫില്ലിങ്ങുമാണ്. അപ്പം നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. എത്ര കഴിച്ചാലും എനിക്കിത് മടുക്കാറില്ല. നിങ്ങളെ വീട്ടിലിത് ഉണ്ടാക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലും എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഏതാ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മളിതാ കലത്തപ്പൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആരെന്ത് മുറിക്കുന്നത് കണ്ടാലും എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു അത് പാടാൻ തോന്നും. ഇനി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? എല്ലാവരും ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നു, എന്നാൽ ഞാനായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയിൽ അത്ര സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ആദ്യമായി നമ്മൾ കുറച്ച് ബേബി പൗഡർ ഇടുക. ഹിമാലയയുടെ ബേബി പൗഡർ. നിച്ചുമ ഉണ്ടായപ്പോൾ മുതൽ ഞാൻ ബേബി പൗഡർ ആട്ടോ ഇടാറ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവൻ ഈ പൗഡറെല്ലാം കൂടി കൊണ്ടുപോയി മിക്സാക്കി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതാണ്. അപ്പം പിന്നെ ബേബി പൗഡർ മാത്രമായ പ്രശ്നമല്ലല്ലോ, അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ മാമാർത്തിൻ്റെ ലിപ് ബാം. എടുത്തെടുത്ത് ഇതിൻ്റെ ആത്മാവ് വരെ ഞാൻ പുറത്തെടുത്തു. അങ്ങനെ നമ്മൾ കുറച്ച് ലിപ് ബാം എടുത്ത് ലിപ്പിൽ പുരട്ടുക. പിന്നെ മമ്മം. ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എനിക്കുള്ള ഭംഗി കൂടി പോകുന്ന പോലെ എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ ലിപ് ബാം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഐടെക്സിൻ്റെ പൊട്ടെ, എൻ്റെ മാസ്റ്റർ പീസ് ഐറ്റംസാണത്. ഇനി എൻ്റെ മുടിയെക്കുറിച്ച് ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാം. എൻ്റെ മുടിയെന്ന് പറഞ്ഞാൽ ഇതൊരു മാജിക് മുടിയാണ്. ചിലപ്പോൾ ഇതിന് നല്ല ഉള്ളു തോന്നും, ചിലപ്പോൾ ഇത് ഒട്ടി കിടന്ന് തീരെ ഉള്ളില്ലാത്ത പോലെ ഇരിക്കും. ചിലപ്പോൾ ഇതിന് നല്ല നീളം ഉണ്ടാവും, എന്നാൽ ചിലപ്പോൾ ഇതിന് തീരെ നീളം ഉണ്ടാവില്ല. അങ്ങനെ ഇതൊരു മാജിക് മുടിയാണ്. എന്നെപ്പോലെ മാജിക് മുടിയുള്ളവർ ഇവിടെ കമോൺ. അപ്പോൾ ഇതാ നമ്മൾ മാജിക് മുടി ചെയ്യുകയാണ്. അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് വുഡിൻ്റെ കോമ്പാണ്. ഞാൻ എപ്പോഴും വുഡിൻ്റെ കോമ്പാണ് യൂസ് ചെയ്യാറ്. ഇത് കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ, കാരണം ഇതിന് കുറച്ച് പഴക്കമുണ്ട്. ഇത് ഞാനിങ്ങനെ ചീകി എല്ലാവരും പറയും ഇതുകൊണ്ട് ചീകിയാൽ താരം പോകും, മുടി നന്നായിട്ട് വളരും, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഇതുകൊണ്ട് ചീകി കഴിഞ്ഞാൽ ചിക്കൊക്കെ പെട്ടെന്ന് മാറും. അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവില്ല നമ്മൾ ചിക്ക് മാറ്റുമ്പോൾ. ആദ്യം ഇതുകൊണ്ട് ചീകിയിട്ട് പിന്നെ നമ്മൾ സാധാ ചീപ്പ് വെച്ചിട്ട് ചീകിയാൽ മുടി ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും കേട്ടോ. അപ്പം ഞാൻ എന്താ ഒരു ടിക്കൊക്കെ എടുത്തിട്ട് ഒന്ന് ടിക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മുടി. അപ്പോൾ ഈ നൈറ്റ് ഡ്യൂട്ടിൻ്റെ സമയത്ത് നമുക്ക് ഏറ്റവും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഉറക്കം തന്നെയാണല്ലേ. നമ്മുടെ ശരീരത്തിന്, അതായത് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ആവശ്യമായൊരു സാധനമാണ് ഉറക്കം എന്നുള്ളത്. നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഉറക്കത്തിൻ്റെ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ റീപ്രോഗ്രാമിംഗ് നടക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഒന്ന് ഫുൾ ഓഫ് ഹാങ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുക്കല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ശരീരം റീസ്റ്റാർട്ട് ആകുന്നത് ഈ ഉറക്കത്തിലൂടെയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ റീപ്രോഗ്രാമിംഗ് നടക്കുന്നില്ല. കൃത്യമായ ഉറക്കം എന്ന് പറയുന്നത് ഒരു 6 hours എബവ് ഒരു അഡൽട്ട് തീർച്ചയായും ഉറങ്ങേണ്ടിയിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അത് പോസിബിൾ ആയിക്കോണമെന്നില്ല. കാരണം നിങ്ങളിപ്പോൾ വിചാരിക്കും പിന്നെ നൈറ്റിൽ നിങ്ങൾ ഉറങ്ങുന്നില്ലെങ്കിൽ ഡെയിലി വന്ന് ഉറങ്ങിക്കൂടെയെന്ന്. പക്ഷേ ഒരു 6 hours ഒന്നും നമുക്ക് എന്തായാലും ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കോംപ്രമൈസ്ഡ് ആയി പോകുന്നത് ഈ ഉറക്കത്തിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നഴ്സിംഗ് ഫീൽഡിൽ മാത്രമല്ല നൈറ്റ് ഷിഫ്റ്റുള്ളത്, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാനുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ
ഉണ്ടാക്കി കൊടുക്കണം. കാരണം കൃത്യമായ ഉറക്കമില്ലെങ്കിൽ നമുക്ക് ക്യാൻസർ, പൊണ്ണത്തടി, പ്രമേഹം അങ്ങനെ ഒരുപാട് രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാനിതാ കഥ പറഞ്ഞ് മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഒരു പൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട്. ഈ നൈറ്റിൻ്റെ സമയത്ത് ഞാൻ കണ്ണെഴുതില്ല കേട്ടോ. കാരണം എന്താ അറിയോ? കാരണം ഈ കണ്ണെഴുതിയാൽ ഞാൻ രാവിലെ ആകുമ്പോഴേക്ക് മറ്റേ നമ്മുടെ മണിച്ചിത്രത്താഴിലെ ശോഭനല്ലേ അതേപോലെ ഉണ്ടാവും. ഞാൻ പോവാണ്. ഞാൻ പോട്ടെ. അപ്പോൾ അതാ ഞാൻ ഇച്ചുമോന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഡ്യൂട്ടിക്ക് പോവാണേ. അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെക്ക് ഇൻ ചെയ്തു ഡ്യൂട്ടി കയറി. ഗുഡ് നൈറ്റ്.